ചേട്ടന് കിട്ടില്ല. എവിടെയാ ജോലി ചെയ്യുന്നത്? ഏത് ഹോസ്പിറ്റലില്? ഹോസ്പിറ്റലില് നിങ്ങളുടെ പോലെ ഹോസ്പിറ്റല് വേറെ നിങ്ങളെ പോലെ അവിടുത്തെ സാധനമില്ല അതൊക്കെ അതുപോലത്തെ ഡ്യൂട്ടി. ഇത് നിങ്ങളോട് ഡ്യൂട്ടി അല്ല, വേറെ ഡ്യൂട്ടി. എന്റെ കമ്പനിയുടെ ക്യാൻ ഡ്യൂട്ടി അത്. അപ്പൊ കെട്ടിയോളെ ആരാ ഡ്യൂട്ടിക്ക് കൊണ്ട് വിടുന്നേ? എനിക്ക് വണ്ടിയുണ്ട്. ചേട്ടൻ കൊണ്ട് വിട്ടുള്ളൂ. എന്റെ വണ്ടി ഞാൻ നാളെ എന്റെ കാറ് കൊണ്ട് വരുന്ന കമ്പനി പോയിട്ട് ആ കാർ കമ്പനി കൊടുത്തിട്ട് വേറെ റെഡ് കാർ മേടിക്കും. എന്റെ കീ റെഡ് കീ ആണ്. ചേട്ടൻ എത്ര പിള്ളേരാ ഉള്ളേ? 2 പിള്ളേർ. എത്ര വയസ്സുണ്ട്? എന്റെ ഭാര്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എത്ര ഉണ്ട് മൊത്തം? 3 ഒരു വലുതും ഒന്നും കുഞ്ഞിതും. എന്റെ ഭാര്യക്ക് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ 3 ഉണ്ട്. അപ്പൊ ഒരെണ്ണം വന്നിട്ട് 3, 4. അപ്പൊ ഒരെണ്ണം വന്നിട്ട് 5. ഒരെണ്ണം വന്നിട്ട് പേരെന്നാ പിള്ളേരുടെ പേരോ? പേര് എല്ലാരും പേരില്ല. കുഞ്ചുകുട്ടൻ, പഞ്ചുകുട്ടൻ, അങ്ങനെയൊക്കെ. 2 പിള്ളേരുടെയോ? 2 പിള്ളേരില്ല. 2 പിള്ളേരെ വീട്ടിലാ. അവരുടെ പേരെന്നാ? ഇപ്പൊ ഒരെണ്ണമില്ലേ, ഒരു വലിയ കുട്ടി. ആ കുട്ടിയുടെ പേരെന്നാ? വലിയ കുട്ടിയുടെ അതല്ല ഞാൻ പറയാം. ഒരു കുട്ടി വലുത്, ഒരു കുട്ടി കുഞ്ഞ്. എന്റെ ഭാര്യക്കകത്ത് ഒന്നുണ്ടാവുമ്പോ 3, ഒന്നുണ്ടാവുമ്പോ 4, ഒന്നുണ്ടാവുമ്പോ 5, ഒന്നുണ്ടാവും 6, ഒന്നുണ്ടാവും 7, ഒന്നുണ്ടാവും 8, ഒന്നുണ്ടാവും 9, 10 പിള്ളേരാണ് ചേട്ടന് വേണ്ടേ? ഒന്നുണ്ടാവും 10. ഓക്കെ. ചേട്ടന് മൊത്തം എത്ര പിള്ളേര് വേണം? 5. 100 പിള്ളേരുണ്ട്. കെട്ടിയൊക്കൊന്നും കെട്ടിയൊക്കെ ഇത്രയും പിള്ളേര് വേണം. ആ കൊല്ലം പാട്ടുപൊടിയിൽ മേടിക്കുന്നതാണ്. കെട്ടിയൊക്കെ എത്രയാ സാലറി? ശമ്പളം കെട്ടിയൊക്കെ ആ ചേട്ടൻ എത്രയാ? എനിക്കാ ആ എനിക്ക് എന്റെ ഡ്യൂട്ടി വേണ്ടിട്ട് എത്ര ഉണ്ട്? നിങ്ങളുടെ ഇത്രയും. അതുകൊണ്ട് ബിൽഡിംഗ് ഇതുപോലെ ബിഗ് ബിൽഡിംഗ്. അത് അവിടെ ഞാൻ പുതിയ കാറ് സോഫി വെച്ചിട്ട് വേറെ ഈ ടാബില്ല. ചേട്ടന് കെട്ടിയോൾ എവിടെ ജോലി എടുക്കുന്നത്? അത് കൊറേ ദൂരമൊന്നും പോണ്ട. ഇവിടെ ചേച്ചിയുടെ വായ്പോടെ ഇങ്ങോട്ട് മാത്രം പോയാൽ മതി. വണ്ടി എടുത്തുള്ളൊക്കെ പോകാൻ പറ്റും. എന്നാ ജോലിയാ? എന്തുപോലെ കമ്പനിയിലെ പോലെ ജോലി. കെട്ടിയോളുടെ വീട് എവിടെയാ? എന്റെ വീട് നിങ്ങളുടെ വീടിന്റെ പോലെ ഇവിടെ റൈറ്റാ. എന്റെ ഇവിടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഈ നടക്കലിൽ നിന്ന് മുകളിലോട്ട് പോകണം. ചേട്ടൻ എവിടുന്ന കല്യാണം കഴിച്ച? കെട്ടിയോളുടെ വീട് ഇപ്പൊ ഇവിടെ കാർ നിർത്തില്ലേ? നിങ്ങളെ പോലെ ഇവിടെ രാത്രിയുടെ കാർ നിർത്തില്ലേ? അതുപോലെ ഞാൻ ഇവിടെ നാലുക്ക് ഒരു കാർ എന്റെ കാർ നിർത്തിട്ട്. ആ ശരി. കെട്ടിയോളുടെ പേരെന്നാ? പേരൊന്നും വെച്ചില്ല. എന്നാ പേര് വെച്ചില്ല. ഞാൻ ഓർക്ക് എന്ത് പേര് വെക്കണ്ടെന്ന്. ചേട്ടൻ എന്നാ പേര്? എന്റെ പേര് ഷോൺ. കെട്ടിയോളുടെ പേര്? കെട്ടികൾക്ക് എന്റെ ചേട്ടൻ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്താ? മുത്തേന്നോട് വിളിക്കും. മുത്തേനോ? പിന്നെ മുത്തേനല്ല. പിന്നെ പേരൊന്നും ഇരുന്നില്ല. ഞാന് നോക്കോ പേര് എങ്ങനെ ഇരുന്നേന്ന്. എന്തിനാ ഒരു പേപ്പർ എടുത്തൊരു പേന എടുത്ത് ഇങ്ങനെ എഴുതി. എന്തൊന്നും മനസ്സിലായി എന്ത് പേരാണ്. വാച്ച് നോക്കിക്ക് എനിക്കൊന്ന് അറിയോ എന്റെ പേര് പേപ്പർ എടുത്ത് അത് അറിയില്ലോ. എനിക്കറിയില്ല. മക്കളുടെ പേരെന്നാ? മക്കളുടെ പേരോ? 5 കുഞ്ഞാണ്. 5 ഒരു കുഞ്ഞാണ് കുഞ്ചു, ഒരു കുഞ്ഞാണ് പഞ്ചു, ഒരു കുഞ്ഞാണ് കുഞ്ചു, ഒരു കുഞ്ഞാണ് കുങ്കു, ഒരു കുഞ്ഞാണ് കുങ്കു, ഒരു കുഞ്ഞാണ് കുഞ്ചു, ഒരു കുഞ്ഞാണ് പമ്പു, ഒരു കുഞ്ഞാണ് കുഞ്ചി, ഒരു കുങ്ക, ഒരു പമ്പു. വേറെ കഴിഞ്ഞോ? നാളെ ജോലിയുണ്ടോ? നാളെ ജോലിയുണ്ട്. അപ്പൊ ജോലി രണ്ടുപേരും ജോലിക്ക് പോകുമ്പോ പിള്ളേരെന്ത് ചെയ്യും? കുഞ്ചുനും പഞ്ചുനും ഒക്കെ അതെന്താ അപ്പൂപ്പനും അമ്മൂമ്മയും
മസ്കറ്റിലുണ്ടോ? അവിടെ നോക്കോ? ചേട്ടനും ചേച്ചി വഴക്ക് കൂടുവോ? വഴക്ക് കൂടും. നിങ്ങൾ ഭയങ്കര സ്നേഹത്തിലാ? നന്നായി. ഞാൻ കുളിച്ച് എടി ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി, വേഗം പോ. ഓക്കെ പറഞ്ഞ അനുസരിക്കുന്ന കേട്ടിയോളാ അല്ലേ? ചേട്ടനെ വഴക്ക്, ചേട്ടനോട് ദേഷ്യപ്പെടുവോ? എന്റെ കൊച്ചു 2 കൊച്ചും എന്റെ 5 കൊച്ചും ചേട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കോ? ഞാൻ കെട്ടികള് എനിക്ക് 4 ഡ്യൂട്ടിയാണ്, 4 ഡ്യൂട്ടിയില്ല. അപ്പൊ എന്റെ കെട്ടികൾ ഡ്യൂട്ടി പോവും. അപ്പൊ ഞാനും എന്റെ അപ്പൂപ്പനും എന്റെ അമ്മൂമ്മയും എന്റെ 5 കൊച്ചും എന്റെ വലിയ കൊച്ചും എന്നാ ശരി ചേട്ടാ, വീട്ടിലിരിക്കും. എന്നാ ഞാൻ പോട്ടെ. നീ കഥ പിന്നെ പറയാട്ടോ. കഥയല്ലത്, വേറെ താമസിക്കുന്ന ആളാ. നീ താമസിക്കുന്ന ആളാണോ? എന്നാ ശരി, ഓക്കെ.